ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സോഫിയ ഡാനിയൽ. പ്രധാന വാർത്തകൾ. കോവിഡ് വാക്സിൻ നിർമ്മാണ കേന്ദ്രങ്ങളായ അഹമ്മദാബാദിലെ സൈഡസ് ബയോ പാർക്കും ഹൈദരാബാദിലെ ഭാരത് ബയോടെക്കും പൂനെയിലെ സീറം ഇൻസ്റ്റിറ്റ്യൂട്ടും പ്രധാനമന്ത്രി നരേന്ദ്രമോദി സന്ദർശിച്ചു. സംസ്ഥാനത്ത് ഇന്ന് 6250 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. 5275 പേർക്ക് രോഗമുക്തി. തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രചാരണം ചൂടുപിടിക്കുന്നു. കോവിഡ് ബാധിതർക്ക് തപാൽ വോട്ട് അനുവദിക്കുന്നതിനുള്ള പട്ടിക നാളെ മുതൽ തയ്യാറാക്കി തുടങ്ങും. ശബരിമലയിലേക്ക് തിങ്കളാഴ്ച മുതൽ കൂടുതൽ തീർത്ഥാടകരെ പ്രവേശിപ്പിക്കാൻ തീരുമാനിച്ചതായി ദേവസ്വം ബോർഡ് പ്രസിഡന്റ്. ISL ഫുട്ബോളിൽ ബംഗളൂരു എഫ്സിയും ഹൈദരാബാദും ഇന്ന് ഏറ്റുമുട്ടും. വാർത്തകൾ വിശദമായി. കോവിഡ് വാക്സിൻ നിർമ്മാണ കേന്ദ്രങ്ങളായ അഹമ്മദാബാദിലെ സൈഡസ് ബയോ പാർക്കും ഹൈദരാബാദിലെ ഭാരത് ബയോടെക്കും പൂനെയിലെ സീറം ഇൻസ്റ്റിറ്റ്യൂട്ടും പ്രധാനമന്ത്രി നരേന്ദ്രമോദി സന്ദർശിച്ചു. കോവിഡിനെതിരായ പോരാട്ടത്തിൽ ഇന്ത്യ നിർണായക ഘട്ടത്തിലേക്ക് പ്രവേശിച്ചതായി ശാസ്ത്രജ്ഞരുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ പ്രധാനമന്ത്രി പറഞ്ഞു. വാക്സിൻ വികസന പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്ന ശാസ്ത്രജ്ഞരെ അദ്ദേഹം അഭിനന്ദിച്ചു. വാക്സിന്റെ നിർമ്മാണ പുരോഗതി ശാസ്ത്രജ്ഞർ പ്രധാനമന്ത്രിക്ക് മുന്നിൽ വിശദീകരിച്ചു. സംസ്ഥാനത്ത് ഇന്ന് 6250 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. 5275 പേർ രോഗമുക്തി നേടി. 25 മരണങ്ങളും ഇന്ന് സ്ഥിരീകരിച്ചു. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 63973 സാമ്പിളുകളാണ് പരിശോധിച്ചത്. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 9.77%. എറണാകുളത്ത് 812ഉം കോഴിക്കോട് 714ഉം മലപ്പുറം, തൃശൂർ, കോട്ടയം ജില്ലകളിൽ 600ന് മുകളിലും രോഗബാധിതരാണ് ഇന്നുള്ളത്. പാലക്കാട്, തിരുവനന്തപുരം, കൊല്ലം ജില്ലകളിൽ 400ന് മുകളിലും രോഗബാധിതരുണ്ട്. 64,834 പേരാണ് സംസ്ഥാനത്ത് കോവിഡ് ചികിത്സയിൽ ഉള്ളത്. ആദ്യഘട്ട തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കോവിഡ് ബാധിതർക്കും ക്വാറന്റൈനിലുള്ളവർക്കും സ്പെഷ്യൽ തപാൽ വോട്ട് അനുവദിക്കുന്നതിനായുള്ള പട്ടിക നാളെ മുതൽ തയ്യാറാക്കി തുടങ്ങും. രോഗം ബാധിച്ചോ നിരീക്ഷണത്തിലോ മറ്റ് ജില്ലകളിൽ കഴിയുന്നവർക്കും തപാൽ വോട്ട് അനുവദിക്കും. വോട്ടെടുപ്പിന് തലേദിവസം 3 മണിവരെ കോവിഡ് സ്ഥിരീകരിക്കുന്നവർക്കും ക്വാറന്റൈനിലാകുന്നവർക്കും തപാൽ വോട്ടിന് അവസരം നൽകും. ഇതിനുശേഷം രോഗം സ്ഥിരീകരിക്കുന്നവർക്ക് നേരിട്ട് വോട്ട് ചെയ്യാൻ പ്രത്യേക സംവിധാനം ഒരുക്കുമെന്നും സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു. വയനാട്ടിൽ മാവോയിസ്റ്റ് ഭീഷണിയുള്ള ബൂത്തുകളിൽ വെബ്കാസ്റ്റിംഗും അധിക സുരക്ഷയും ഏർപ്പെടുത്തുമെന്ന് ജില്ലാ ഭരണകൂടം. മാവോയിസ്റ്റ് ഏറ്റുമുട്ടലുകൾ കണക്കിലെടുത്താണ് സുരക്ഷ കർശനമാക്കുന്നത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി വയനാട് പ്രതിനിധി അരുൺ വിൻസെന്റ്. ജില്ലയിലെ 3 താലൂക്കുകളിലായി 112 നക്സൽ ഭീഷണി ബൂത്തുകളുണ്ടെന്നാണ് കണക്ക്. ഇവിടങ്ങളിൽ കൂടുതൽ സേനയെ വിന്യസിപ്പിക്കാനാണ് ജില്ലാ ഭരണകൂടത്തിന്റെ തീരുമാനം. കൂടാതെ വെബ്കാസ്റ്റിംഗ് ഏർപ്പെടുത്തി നിരീക്ഷണം ശക്തമാക്കും. ഇവിടങ്ങളിൽ തണ്ടർബോൾട്ട് സേനയുടെ നിരീക്ഷണവും ശക്തമാക്കും. അടുത്തിടെ ബാണാസുരമലയിൽ ഏറ്റുമുട്ടലിൽ മാവോയിസ്റ്റ് പ്രവർത്തകനായ വേൽമുരുകൻ കൊല്ലപ്പെട്ടതും കഴിഞ്ഞ ഫെബ്രുവരിയിൽ വൈത്തിരിയിലെ സ്വകാര്യ റിസോർട്ടിലുണ്ടായ ഏറ്റുമുട്ടലിൽ മാവോയിസ്റ്റ് പ്രവർത്തകനായ CP ജലീൽ കൊല്ലപ്പെട്ടതും കണക്കിലെടുത്താണ് സുരക്ഷ വർദ്ധിപ്പിക്കുവാൻ തീരുമാനിച്ചത്. അതേസമയം തെരഞ്ഞെടുപ്പ് ബഹിഷ്കരിക്കുവാൻ മാവോയിസ്റ്റുകൾ ആഹ്വാനം ചെയ്തേക്കാമെന്നാണ് പോലീസ് കരുതുന്നത്. അതുകൊണ്ട് തന്നെ ഈ പ്രദേശങ്ങളിൽ നൈറ്റ് പട്രോളിംഗും വാഹന പരിശോധനയും ശക്തമാക്കിയിട്ടുണ്ട്. കോഴിക്കോട് ജില്ലയിൽ 7 ക്രിട്ടിക്കൽ ബൂത്തുകൾ ഉൾപ്പെടെ 1000 പ്രശ്നബാധിത ബൂത്തുകളാണ് ഉള്ളത്. കോഴിക്കോട് ജില്ലാ റൂറൽ പരിധിയിൽ 915 സെൻസിറ്റീവ് ബൂത്തുകളും നഗരപരിധിയിൽ 78 സെൻസിറ്റീവ് ബൂത്തുകളുമാണ് ഉള്ളത്. നല്ലളം, ചേവായൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ 7 ക്രിട്ടിക്കൽ ബൂത്തുകളുണ്ട്. കോട്ടയം ജില്ലയിൽ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന 3 സ്ഥാനാർത്ഥികൾക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. ഇതോടെ പ്രചാരണത്തിൽ സുരക്ഷയ്ക്ക് മുൻതൂക്കം നൽകാൻ 3 മുന്നണികളും നിർദ്ദേശം നൽകി. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഔദ്യോഗിക ജോലിയിൽ വീഴ്ച വരുത്തിയതിനെ തുടർന്ന് എറണാകുളം പാറക്കടവ് ബ്ലോക്ക് പഞ്ചായത്ത് എക്സ്റ്റൻഷൻ ഓഫീസർ അരുൺ മോഹനെ ജില്ലാ കളക്ടർ സസ്പെൻഡ് ചെയ്തു. പാറക്കടവ് ബ്ലോക്ക് പഞ്ചായത്ത് അസിസ്റ്റന്റ് റിട്ടേണിംഗ് ഓഫീസർ ഏൽപ്പിച്ച ജോലികൾ ചെയ്യാതിരിക്കുകയും തുടർച്ചയായി ഓഫീസിൽ ഹാജരാകാതിരിക്കുകയും ചെയ്തതിനെ തുടർന്നാണ് നടപടി. ശബരിമലയിലേക്ക് കൂടുതൽ തീർത്ഥാടകരെ പ്രവേശിപ്പിക്കാൻ തീരുമാനിച്ചതായും സർക്കാർ പ്രഖ്യാപനമുണ്ടായാൽ തിങ്കളാഴ്ച മുതൽ തന്നെ ഇത് നടപ്പാക്കുമെന്നും ദേവസ്വം ബോർഡ് പ്രസിഡന്റ് N. വാസു. ഈ മണ്ഡലകാലത്ത് ഇന്നലെ വരെ 13,529 അയ്യപ്പ ഭക്തന്മാർ ശബരിമല ദർശനത്തിനെത്തിയെന്നും അദ്ദേഹം വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. തീർത്ഥാടനം തുടങ്ങി 12 ദിവസം പിന്നിടുമ്പോൾ ആകെ 37 കോവിഡ്-19 പോസിറ്റീവ് കേസുകൾ ശബരിമലയിൽ റിപ്പോർട്ട് ചെയ്തതായും അദ്ദേഹം പറഞ്ഞു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. കൊറോണ ആശങ്കയല്ല, ജാഗ്രതയാണ് വേണ്ടത്. കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം പുറപ്പെടുവിക്കുന്ന നിർദ്ദേശങ്ങൾ. ജനങ്ങൾ കൂട്ടം കൂടുന്നത് ഒഴിവാക്കുക. ഇടയ്ക്കിടെ കൈകൾ സോപ്പും വെള്ളവും ഉപയോഗിച്ചോ സാനിറ്റൈസർ ഉപയോഗിച്ചോ വൃത്തിയാക്കുക. നിർബന്ധമായും മാസ്ക് ധരിക്കുക.
പനിയോ ചുമയോ ശ്വാസതടസ്സമോ തുടരുന്ന സാഹചര്യത്തിൽ വൈദ്യസഹായം തേടുക. കൊറോണയെ സംബന്ധിച്ച വിവരങ്ങൾക്ക് ആരോഗ്യ മന്ത്രാലയത്തിന്റെ 1075ലും ദിശയുടെ 1056ലും ബന്ധപ്പെടാം. സംസ്ഥാനത്തെ വിവിധ കെഎസ്എഫ്ഇ ശാഖകളിൽ വിജിലൻസ് നടത്തിയ പരിശോധനയിൽ ക്രമക്കേട് കണ്ടെത്തിയതായ ആരോപണം ശരിയല്ലെന്ന് കെഎസ്എഫ്ഇ ചെയർമാൻ ഫിലിപ്പോസ് തോമസ്. ഓപ്പറേഷൻ ബജറ്റ് എന്ന പേരിൽ നടന്ന പരിശോധനയിൽ ചിട്ടികളിൽ ആളെണ്ണം കാണിക്കുന്നതിൽ ക്രമക്കേട് കണ്ടെത്തിയതായും പിരിക്കുന്ന പണം ട്രഷറിയിൽ നിക്ഷേപിക്കുന്നില്ലെന്നും വാർത്തകൾ വന്ന സാഹചര്യത്തിലാണ് പ്രതികരണം. ഇത് സ്ഥിരമായി നടക്കുന്ന പരിശോധനയാണെന്നും ബിനാമി ഇടപാട് നടന്നിട്ടില്ലെന്നും ഏതെങ്കിലും ജീവനക്കാർ ക്രമക്കേട് നടത്തിയിട്ടുണ്ടെങ്കിൽ നടപടി സ്വീകരിക്കുമെന്നും ചെയർമാൻ വ്യക്തമാക്കി. കെഎസ്എഫ്ഇ ഇടപാടുകൾ സുതാര്യമാണെന്നും ആർക്ക് എന്ത് അന്വേഷണം വേണമെങ്കിലും നടത്താമെന്നും ധനമന്ത്രി തോമസ് ഐസക് പ്രതികരിച്ചു. പരാതിയുമായി സ്റ്റേഷനിലെത്തിയ ആളെ അധിക്ഷേപിച്ച സംഭവത്തിൽ നെയ്യാർഡാം പോലീസ് സ്റ്റേഷനിലെ എഎസ്ഐ ഗോപകുമാറിനെ സസ്പെൻഡ് ചെയ്തതായി വിവരം. അധിക്ഷേപിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ സാമൂഹിക മാധ്യമങ്ങളിൽ പ്രചരിച്ചതോടെ സംഭവം വൻ വിവാദമായിരുന്നു. എൽഡിഎഫ് സർക്കാരിന്റെ പ്രവർത്തനങ്ങൾക്കുള്ള വിലയിരുത്തലായിരിക്കും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പെന്ന് ധനമന്ത്രി തോമസ് ഐസക്. ആലപ്പുഴ കാട്ടൂരിൽ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി വോട്ട് തേടി ഭവന സന്ദർശനം നടത്തുന്നതിനിടെയാണ് ധനമന്ത്രിയുടെ പ്രതികരണം. കേരള സർക്കാരിനെ അട്ടിമറിക്കാൻ കേന്ദ്രം ശ്രമിക്കുന്നതായ ധനമന്ത്രി തോമസ് ഐസക്കിന്റെ ആരോപണം ബാലിശമാണെന്ന് കേന്ദ്രമന്ത്രി വി മുരളീധരൻ. ഇഡിയുടെ പേരും കേന്ദ്ര സർക്കാരിന്റെ പേരും വലിച്ചിഴയ്ക്കുന്നത് മുതിർന്ന രാഷ്ട്രീയ പ്രവർത്തകനിൽ നിന്നും പ്രതീക്ഷിക്കുന്നതല്ലെന്നും അദ്ദേഹം പത്തനംതിട്ടയിൽ പറഞ്ഞു. മുഖ്യമന്ത്രി തനിക്കെതിരെ ഗൂഢാലോചന നടത്തുകയാണെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. ഇടതുമുന്നണിയും മുഖ്യമന്ത്രിയും അഴിമതിയിൽ മുങ്ങിക്കുളിച്ച് നിൽക്കുകയാണെന്നും പ്രതിപക്ഷ നേതാവ് തൃശൂരിൽ ആരോപിച്ചു. കേരള പിഎസ്സി മറ്റന്നാളും അടുത്ത മാസം 3-നും നടത്താൻ നിശ്ചയിച്ചിരുന്ന എല്ലാ വകുപ്പുതല പരീക്ഷകളും മാറ്റിവച്ചു. വകുപ്പുതല പരീക്ഷയിൽ പങ്കെടുക്കേണ്ട വിവിധ വകുപ്പുകളിലെ ഉദ്യോഗസ്ഥരെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് ജോലിക്കായുള്ള പരിശീലനത്തിനായി നിയോഗിക്കപ്പെട്ടിരിക്കുന്ന സാഹചര്യം കണക്കിലെടുത്താണ് തീയതി മാറ്റം. ചക്കുളത്തുകാവ് ക്ഷേത്രത്തിലെ കാർത്തിക പൊങ്കാല നാളെ നടക്കും. കോവിഡ് പ്രോട്ടോകോൾ പ്രകാരം ചടങ്ങുകൾ മാത്രമായാണ് പൊങ്കാല നടക്കുന്നത്. ക്ഷേത്ര മൈതാനത്തോ പൊതുസ്ഥലങ്ങളിലോ വഴിയോരങ്ങളിലോ പൊങ്കാലയിടാൻ ഭക്തരെ അനുവദിക്കില്ല. ഏഴിമല നാവിക അക്കാദമിയിൽ പരിശീലനം പൂർത്തിയാക്കിയ കേഡറ്റുകളുടെ പാസിംഗ് ഔട്ട് പരേഡിൽ കരസേനാ മേധാവി ജനറൽ മനോജ് മുകുന്ദ് നരവണെ അഭിവാദ്യം സ്വീകരിച്ചു. വിശദാംശങ്ങളുമായി ആകാശവാണി കണ്ണൂർ പ്രതിനിധി കെ.ഒ. ശശിധരൻ. രാജ്യം അഭിമുഖീകരിക്കുന്ന ഏതുതരത്തിലുള്ള വെല്ലുവിളികളും നേരിടുന്നതിന് നമ്മുടെ സൈന്യം സജ്ജമാണെന്ന് കരസേനാ മേധാവി ജനറൽ മനോജ് മുകുന്ദ് നരവനെ പറഞ്ഞു. അയൽരാജ്യങ്ങളിൽ നിന്നും രാജ്യത്തിനകത്തു നിന്നും നിരവധി വെല്ലുവിളികൾ നാം നേരിടുന്നുണ്ട്. ഏഴിമല ഇന്ത്യൻ നാവിക അക്കാദമിയിൽ പരിശീലനം പൂർത്തിയാക്കിയ മിഡ്ഷിപ്പ്മെൻമാരുടെയും കാഡറ്റുകളുടെയും പാസിംഗ് ഔട്ട് പരേഡിനെ അഭിവാദ്യം ചെയ്തതിനു ശേഷം സംസാരിക്കുകയായിരുന്നു കരസേനാ മേധാവി. പുതിയ സാങ്കേതിക വിദ്യകളെ കൂടുതൽ അറിയുന്നതിനും സ്വായത്തമാക്കുന്നതിനും കേഡറ്റുകൾക്ക് സാധിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. പ്രധാനമന്ത്രിയുടെ പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്ത് നാളെ രാവിലെ 11-ന് ആകാശവാണി പ്രക്ഷേപണം ചെയ്യും. മൻ കി ബാത്തിന്റെ 71-ാം അധ്യായമാണിത്. മലയാളത്തിലുള്ള പരിഭാഷയും തുടർന്ന് കേൾക്കാം. ഐഎസ്എൽ ഫുട്ബോളിൽ ബംഗളൂരു എഫ്സിയും ഹൈദരാബാദും ഇന്ന് ഏറ്റുമുട്ടും. രാത്രി 7:30-നാണ് മത്സരം. ഇന്നലെ നടന്ന മത്സരത്തിൽ ഈസ്റ്റ് ബംഗാളിനെതിരെ എടികെ മോഹൻ ബഗാൻ വിജയം നേടിയിരുന്നു. ഇതിഹാസ ഫുട്ബോൾ താരം ഡീഗോ മറഡോണയുടെ വിയോഗത്തിൽ അനുശോചിച്ചുകൊണ്ട് തിരുവനന്തപുരം ഫുട്ബോൾ ലവേഴ്സ് ഫോറം നാളെ അനുസ്മരണ യോഗം സംഘടിപ്പിക്കുന്നു. വൈകുന്നേരം മാനവീയം വീഥിയിൽ നടക്കുന്ന ചടങ്ങിൽ സിപിഐഎം പോളിറ്റ് ബ്യൂറോ അംഗം എം എ ബേബി, ടൂറിസം മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ തുടങ്ങിയവർ പങ്കെടുക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. കോവിഡ് വാക്സിൻ നിർമ്മാണ കേന്ദ്രങ്ങളായ അഹമ്മദാബാദിലെ സൈഡസ് ബയോപാർക്കും ഹൈദരാബാദിലെ ഭാരത് ബയോടെക്കും പൂനെയിലെ സീറം ഇൻസ്റ്റിറ്റ്യൂട്ടും പ്രധാനമന്ത്രി നരേന്ദ്രമോദി സന്ദർശിച്ചു. സംസ്ഥാനത്ത് ഇന്ന് 6250 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. 5275 പേർക്ക് രോഗമുക്തി. തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രചാരണം ചൂടുപിടിക്കുന്നു. കോവിഡ് ബാധിതർക്ക് തപാൽ വോട്ട് അനുവദിക്കുന്നതിനുള്ള പട്ടിക നാളെ മുതൽ തയ്യാറാക്കി തുടങ്ങും. ശബരിമലയിലേക്ക് തിങ്കളാഴ്ച മുതൽ കൂടുതൽ തീർത്ഥാടകരെ പ്രവേശിപ്പിക്കാൻ തീരുമാനിച്ചതായി ദേവസ്വം ബോർഡ്. ഐഎസ്എൽ ഫുട്ബോളിൽ ബംഗളൂരു എഫ്സിയും ഹൈദരാബാദും ഇന്ന് ഏറ്റുമുട്ടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. ഞങ്ങളുടെ വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. കൂടുതൽ വാർത്തകൾക്കായി @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും @ARnews_TVM എന്ന ട്വിറ്റർ ഹാൻഡിലും സന്ദർശിക്കുക. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25-ന്.